എന്താണ് ഹാർഡ് വർക്ക്, എന്താണ് സ്മാർട്ട് വർക്ക് അല്ലേ? ഒരുപാട് ആൾക്കാർ ചോദിക്കും, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ സ്മാർട്ട് വർക്കാണ് നല്ലത്, സ്മാർട്ട് വർക്കാണ് നല്ലതെന്ന് നിങ്ങൾ കേൾക്കും. നമുക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് എന്തായാലും എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടിയും ചെയ്യണം, സ്മാർട്ട് വർക്കും ചെയ്യണം. എന്താണെന്നല്ലേ നോക്കാം. അപ്പൊ ഇവിടെ ഹാർഡ് വർക്ക് ഓർ സ്മാർട്ട് വർക്ക്, നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കും. നമ്മളുടെ സിലബസ് നോക്കി, സിലബസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെയുണ്ട്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അതേപോലെ മെയിൻസിലേക്ക് വരുമ്പോൾ ജനറൽ അവയർനെസ്, കറണ്ട് അഫേഴ്സ്, അങ്ങനത്തെ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബാങ്കിങ് അവയർനെസ്, എക്കണോമിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിക്കണം. അപ്പം നമ്മൾ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ഇരുന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അതൊന്നും ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഇരുന്ന് പഠിക്കുന്നതാണ് നമ്മളുടെ ഹാർഡ് വർക്ക്. നിങ്ങൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്, നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട്, ടീച്ചേഴ്സ്, ആ കുട്ടി എന്തോരം ടൈം, എത്ര ടൈമാണ് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നത്, എന്നിട്ടും എന്തുകൊണ്ട് കിട്ടുന്നില്ല? അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല, ഞാനൊരു പ്രിലിമിനറി എക്സാം പോലും ക്രാക്ക് ചെയ്യുന്നില്ല. വൈ? എന്തുകൊണ്ട്? ആ ചിഹ്നം, ആ ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? ഞാൻ പഠിക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പഠിക്കുന്നതിൻ്റെ പകുതി സമയമേ പഠിച്ചിട്ടുള്ളൂ, അവനല്ലെങ്കിൽ അവള് ജോലി കിട്ടി പോയി. എൻ്റെ കൂടെ ഞാൻ 1 കൊല്ലമായിട്ട് പഠിക്കുന്നു, കഴിഞ്ഞ 2-3 മാസം മുന്നേ ജോയിൻ ചെയ്ത വേറൊരാള് ഇപ്പൊ ജോലി കിട്ടിപ്പോയി, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? ആ ചോദ്യം നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കണം, എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന്. അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്ക് അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല, നമ്മൾ ഇരുന്ന് പഠിക്കണം. അതിൻ്റെ കൂടെയാണ് നമ്മൾ സ്മാർട്ട് വർക്കും കൂടിയും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ സ്മാർട്ട് വർക്കിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് സ്ട്രാറ്റജി, പ്ലാനിങ്, സെൽഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേഷൻ ഇല്ലാതെ നമുക്കൊന്നും സാധിക്കില്ല. എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ സാധിക്കില്ല, അല്ലേ? അയ്യോ, മാത്സ് QA എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല, മാറ്റിവെച്ചു. ഇംഗ്ലീഷ് എനിക്ക് എളുപ്പമാണ്, കുറേ സമയം നിങ്ങൾ ഇംഗ്ലീഷ് ഇരുന്ന് പഠിച്ചു, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അവിടെ പഠിച്ചിട്ടില്ല എന്ന് കരുതുക. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് കുറേ ഇരുന്ന് പഠിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ ഇംഗ്ലീഷും പഠിക്കണം, മെന്റൽ എബിലിറ്റി, റീസണിങ്ങും പഠിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും പഠിക്കണം, ജനറൽ അവയർനെസ്സും പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഇന്ന ദിവസം ഞാൻ പഠിക്കുന്നത് എഫക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ ഇരുന്ന് പഠിക്കുകയാണ്, നിങ്ങൾ ഒരു 5 മണിക്കൂർ ഇരുന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഡെയിലി പഠിക്കുന്നുണ്ടെന്ന് കരുതാം. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് പഠിക്കുന്നത്? സാറേ, സിലബസ് ഞാൻ കവർ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തു. ഞാൻ ചോദിച്ചു, എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? ഞാൻ ഒരു 40 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ്റെ ഒരു സെറ്റ്, അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ IBPS POക്ക് ചോദിക്കുന്ന 35 ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാൻ വർക്കൗട്ട് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് കിട്ടി, പക്ക പെർഫെക്റ്റ് ആയിട്ട്, ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ തെറ്റിച്ചിട്ടില്ല. 100% ആക്യുറസിയിൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു. ഓക്കെ, സന്തോഷം. ഞാൻ ചോദിച്ചു, എത്ര സമയം എടുത്തു? 2.5 മണിക്കൂർ എടുത്തു. എത്ര സമയം എടുത്തു? 2.5 മണിക്കൂർ എടുത്തു. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് നമുക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കാത്തത്. എക്സാം ഹാളിൽ നിങ്ങൾക്കുള്ളത് 20 മിനിറ്റ്സ് ആണ്. SBA POക്ക് ഇപ്പൊ 30 ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോഴും 20 മിനിറ്റ് നമ്മൾ 30 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. ആക്യുറസി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അവിടെ ഇല്ല. വിത്തിൻ ടൈം നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ PDF എടുത്തിട്ടാണ് ചെയ്യുന്നത് സർ. ഞാൻ പറഞ്ഞു, നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഒരു ക്വസ്റ്റ്യന് 30 സെക്കൻഡ് സമയം കൊടുത്ത് ചെയ്യണം. ഇംഗ്ലീഷ് ആയാലും റീസണിങ് ആയാലും QA ആയാലും എല്ലാത്തിനും നിങ്ങൾ ടൈം വെച്ച്, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ, 40 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ 20 മിനിറ്റേ സമയം കൊടുക്കാൻ പാടൂ. ഒരിക്കലും 1 മിനിറ്റ് ടൈം കൊടുക്കാൻ പാടില്ല. അതിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു എന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് എത്ര ആക്യുറസി ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ പഠനത്തിനെ മാറ്റണം. നമ്മൾ എഴുതുന്നത് കമ്പ്യൂട്ടർ
ബേസ്ഡ് എക്സാമിനേഷൻസ് ആണ്, ഓൺലൈൻ എക്സാമിനേഷൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ ആ രീതിയിൽ പഠിക്കണം. എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ രീതിയിൽ നമ്മൾ പഠിക്കണം. പിന്നെ വേറൊരു കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് കിട്ടാത്തത്? മെയിൻസിന് ഒറ്റ ടൈമിലും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ പ്രിലിമിനറി എക്സാമിനേഷനും ഞാൻ പാസ്സാവുന്നുണ്ട്, ഒരേ സിലബസ് അല്ലേ സാർ, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? GA ഞാൻ നന്നായിട്ട് അത്യാവശ്യം നന്നായി പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് പറ്റിയ പ്രോബ്ലം എന്താണ്? പ്രിലിമിനറി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആ സ്റ്റുഡന്റ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ, ടൈം വെച്ച് ചെയ്യുന്നുണ്ട്. മെയിൻസിന്റെ അവിടേക്ക് വരുമ്പോൾ ആ പാറ്റേണില് ക്വസ്റ്റ്യൻസിന്റെ സിലബസ് സെയിം ആണ്, പക്ഷെ ആ ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ വരുന്ന ചേഞ്ച് ആ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് എൻ്റർലി ഡിഫറെന്റ് ആണ്, അവിടെ ചോദിക്കുന്ന പാറ്റേൺ ഡിഫറെന്റ് ആണ്, സിലബസ് ശരിയാണ്, മെത്തേഡ് എല്ലാം കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ ആ ക്വസ്റ്റ്യൻസിലേക്ക് ആ കുട്ടി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ആ കുട്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, സക്സസ്ഫുൾ ആവുന്നില്ല. ക്ലിയർ അല്ലേ? ഇംഗ്ലീഷ് എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്, ഇംഗ്ലീഷ് ജസ്റ്റ് വായിച്ചു നോക്കി ആൻസർ ചെയ്താൽ മതി. പക്ഷെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിനാണ്. ചെയ്ത് തന്നെ ഇംഗ്ലീഷും പഠിക്കണം. ചില ആൾക്കാരെല്ലാം സെറ്റായിരിക്കും, ജനറൽ അവയർനെസ് 2 ആഴ്ച കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയും. അതും ഒരു തെറ്റിദ്ധാരണയാണ്. ഡെയിലി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? GA പഠിച്ചു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫുള്ളായിട്ട് ഇതെല്ലാം കവർ ചെയ്ത് എത്തുള്ളൂ. അല്ലാതെ 2 ആഴ്ച കൊണ്ട് വെറുതെ വായിച്ചു പോയാൽ നമുക്ക് വളരെ കുറച്ച് മാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, GAയിൽ നിന്നും സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവണം. ദെൻ അതിന്റെ പിന്നാലെ വരുന്നതാണ് പ്ലാനിങ്. ഞാൻ 8 മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ആ 8 മണിക്കൂർ കൊണ്ട് എന്തെല്ലാം നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ്? ഞാനിപ്പോൾ 8 മണിക്കൂർ പഠിച്ചു. 8 മണിക്കൂറിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ചെയ്യുന്നത്. ടൈം വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യുക. വെറുതെ 1 മണിക്കൂർ പ്രിലിംസിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മെയിൻസിന്റെ 2.5 മണിക്കൂർ എടുത്ത് മെയിൻസിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തു, മാർക്ക് നോക്കി അയ്യോ എനിക്ക് മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് ഫോൺ മാറ്റി വെക്കുക, സിസ്റ്റം മാറ്റി വെക്കുക അല്ല ചെയ്യേണ്ടത്. ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യണം? അനാലിസിസ് ചെയ്യണം. എവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് പോകുന്നത്, ഏത് സബ്ജക്റ്റിനാണ്, ഏത് ടോപ്പിക്കിനാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലാണെങ്കിൽ അരിത്തമെറ്റിക് പ്രോബ്ലംസിനാണോ, റീസണിങ് ആണെങ്കിൽ പസിലാണോ, സിലോജിസം ആണോ, കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ ബേസ്ഡ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഏത് ടോപ്പിക്കിലാണ് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത് എന്ന് നിങ്ങൾക്ക് ഒരു 2, 3, 4 മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീക്കായിട്ടുള്ള ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ടൈം ബേസ് ചെയ്ത് പഠിച്ചു പോകണം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ടൈം ബേസ് ചെയ്ത് പഠിച്ചു പോകണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കണം. എങ്ങനെയാണ് IBPS എക്സാമുകൾ നടത്തുന്നത്? ഇപ്പൊ IBPS PO എഴുതണമെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ള SBA ക്ലർക്കിന്റെ എക്സാം, അതേപോലെ IBPS ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് മേഖലയിൽ നടക്കുന്ന എക്സാംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പാറ്റേൺസ് ചെക്ക് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകണം. അപ്പൊ നമ്മൾ ഈ രീതിയിൽ പഠിക്കണം. ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ഹാർഡ് വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കുത്തിരുന്ന് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കണം. നമുക്ക് ആവശ്യം എന്താണോ, നമ്മുടെ റിക്വയർമെന്റ് എന്താണോ, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ആ റിക്വയർമെന്റിലേക്ക് നമുക്ക് എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് സ്മാർട്ട് വർക്ക്. എനിക്ക് IBPS എക്സാമിന്റെ പ്രിലിമിനറി എക്സാം കയറണം, അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം? അതിനുള്ള പ്ലാനിങ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യും. അപ്പൊ സ്മാർട്ട് വർക്കിന് വെച്ച് നമ്മൾ ഒരു പ്ലാനിങ് തയ്യാറാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹാർഡ് വർക്ക് ചെയ്യാം. അതല്ലാതെ ഒരു ലക്ഷ്യവും ഇല്ലാതെ വെറുതെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പോയി നമ്മളുടെ ടൈമും പോകുന്നു, നമ്മളുടെ നമുക്ക് ജോലി കിട്ടില്ല എന്നുള്ള തോന്നൽ കൂടി വരും. ആദ്യം ഫെയിലിയർ ആവും, പിന്നെ വീണ്ടും ഫെയിലിയർ ആവും. എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിലിയർ ആയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. ആ രീതിയിൽ നമ്മൾ പഠിക്കണം. എക്സാംസിൽ എല്ലാ കൊല്ലവും എക്സാംസിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്.
നമ്മൾ 2 കൊല്ലം മുന്നേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അന്നൊരു ബാങ്ക് എക്സാം നടന്ന പോലെ ആയിരിക്കില്ല ഇന്നത്തെ എക്സാം നടക്കുന്നത്. ക്വസ്റ്റ്യൻസിൽ ചേഞ്ച് ഉണ്ടാവും, അതേപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ, അതേപോലെ മെത്തേഡുകളിലെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോ കൊല്ലവും ചേഞ്ചസ് വരുന്നുണ്ട്, അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നോ നോട്ടിഫിക്കേഷൻ വരുന്നോ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ജസ്റ്റ് ആ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളെ ഫാക്കൽറ്റീസ് നിങ്ങളായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നുണ്ട് അപ്പം തന്നെ. അപ്പൊ ആ മാറ്റങ്ങൾ അറിഞ്ഞ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് മുന്നോട്ട് പോകണം. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ് 7736122215 എന്നുള്ള നമ്പറിലേക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ തരും. അപ്കമിങ് എക്സാംസിനെ കുറിച്ചായിക്കോട്ടെ, നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചായിക്കോട്ടെ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക 7736122215 എന്നുള്ള നമ്പറിലേക്ക്. അപ്പൊ 2025 ബാങ്കിങ് മേഖലയിൽ അവസരങ്ങളുടെ പെരുമഴയാണ്. അതേപോലെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇനി ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അത് സെൻട്രലൈസ്ഡ് ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകളായിക്കോട്ടെ, പ്രൈവറ്റ് ബാങ്കുകളായിക്കോട്ടെ, ഇൻഷുറൻസ് സെക്ടർ ആയിക്കോട്ടെ, ഒരുപാട് വേക്കൻസീസ് നമുക്ക് ഈ കൊല്ലം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.